ചേട്ടൻ നോക്കിക്കോ, കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും ഒരു നിയമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഒരിടത്തും ഒരു നിയമത്തെ പറയുന്നില്ല. ഒരു പരാതി എങ്ങനെ എഴുതണ്ടേന്നെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. ഏതെങ്കിലും സ്കൂളിൽ പറയുന്നുണ്ടോ? ഇല്ല, ഒരിടത്തും പറയുന്നില്ല. എന്നെ തല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചറോട് പോയിട്ട് പറയും, ടീച്ചറെ എന്നെ ആ കൊച്ചെന്നെ തല്ലി എന്ന് പറയുന്നതല്ലാണ്ട് ഇവർക്ക് ഒരു പരാതി എവിടെ കൊടുക്കണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവരപ്പോഴും ചെല്ലണ എന്താണ്? ആ സ്കൂളിൽ പഠിച്ച ശീലം വളർന്നു വരുമ്പോഴും അവരോട് പറയുന്നത് എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്താ പറഞ്ഞാൽ, സാറേ ഇന്ന ആളെന്നെ തല്ലിയിട്ടുണ്ട്, ഒരു പരാതി വരും. പരാതി എങ്ങനെ എഴുതണമെന്ന് പോലും ഇവിടെയുള്ള എത്ര പേർക്കറിയാം? അതാണ് ഇഷ്യൂ. എന്നിട്ട് എല്ലാ സർക്കാർ ഓഫീസിനും മുന്നിലും ഇരിപ്പുണ്ടാവും കുറച്ച് പേര് കസേരയിട്ട് അപേക്ഷകൾ പരാതികളും എഴുതി തരുന്നതായിരിക്കും. എല്ലായിടത്തും ഇരിപ്പുണ്ട്. എന്തിനാ? വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം എന്തിനുള്ളതാ? കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ഉള്ളൂ എന്ന് പറയുന്നു സർക്കാർ. വിദ്യാഭ്യാസം എന്തിനുള്ളതാ? അറിവുണ്ടാവാനുള്ളതാണ് വിദ്യാഭ്യാസം. അറിവില്ല. എന്നാൽ ഇപ്പം ചേട്ടൻ്റെയൊക്കെ പ്രായമുള്ള പലരുമായിട്ടാണ് എൻ്റെ കൂട്ടുകെട്ട്. ഒരു 50, 60, 70 വയസ്സുള്ളവരൊക്കെ ആയിട്ടാണ്. ആ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചിരുന്ന വിദ്യാഭ്യാസത്തിൽ അപേക്ഷകൾ എഴുതണം, പരാതികൾ എഴുതണം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു സംസ്കാരം എന്താണ് എന്ന് കൃത്യമായിട്ട് അന്നിരുന്നോ. കൊമേഴ്സ് 3rd ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതാ. അതിനകത്തുണ്ട് പരാതി എഴുതേണ്ട വിധം എങ്ങനെയാണ്, കമ്പനികൾക്ക് എഴുതേണ്ട വിധം എങ്ങനെയാണ്. ഇത് 5ാം ക്ലാസ് മുതലും അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ ഇതൊക്കെ പഠിപ്പിച്ച് തന്നെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുക്കിൽ അടിച്ചിരിക്കുന്നത് വായിച്ച് പഠിക്കുക എന്നുള്ളതല്ല വിദ്യാഭ്യാസം. അത് മനസ്സിൽ വെക്കുക, എഴുതുക, അത് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം. അന്നുകൊണ്ട് വിദ്യാഭ്യാസം, അന്നത്തെ വിദ്യാഭ്യാസം വെച്ചിട്ട് ഇന്നത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണ് പോകുന്നത്? നിലവാരം കുറവാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ജയിപ്പിച്ചോ എന്ന് പറയുന്ന ലോകത്ത് എവിടെയാണ് ഉള്ളത്? പിന്നെ എന്തിനാ വിദ്യാഭ്യാസം? അത് കസ്റ്റി +2 വരെ പോകും. അത് പരിപാടി. അതിന് വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ജയിക്കും. അതുകൊണ്ട് ഇപ്പോൾ ടീച്ചർമാർക്ക് സുഖം. കുഴപ്പമില്ല. ഞാൻ ചെന്നൊരു സ്കൂളിൽ ചെന്ന്, ഞാൻ PTA പ്രസിഡൻ്റായിട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ എൻ്റെ മോനടക്കം പഠിക്കുന്ന സ്കൂളിൽ 3 പേരാണ് 4ാം ക്ലാസ്സിലുള്ളത്. 3 പേര്. എന്നാൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിലെല്ലാം അത്യാവശ്യം സ്കൂളുകളിൽ ആ ക്ലാസ്സുകളിൽ പിള്ളേരുണ്ട് താനും. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി നടത്തിയത് 20 ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ ചെന്നിട്ട് ഉപജില്ല അവരെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആളാരാന്ന് ചോദിച്ചു. ഞാനാണ്. എന്താ വേണ്ടത്? ഞാൻ ഇന്ന സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. നിങ്ങൾ ഈ സ്കൂൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ PTA പ്രസിഡൻ്റാണെന്നൊന്നും പറഞ്ഞില്ല. ഇന്ന സ്ഥലത്തൊരു സ്കൂളുണ്ട്, അറിയാവോ എന്ന് ചോദിച്ചു. അറിയാം. നിങ്ങളവിടെ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിക്കാൻ നിങ്ങളാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായല്ലോ നീ. ഞാൻ പറഞ്ഞു നുണ പറയുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ? പലരും കേൾക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു. വന്നിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണ് ആ സ്കൂളിലെ PTA പ്രസിഡൻറ്റ്. PTA പ്രസിഡൻറ്റിനെ കാണണമല്ലോ. അല്ല സാറേ ഞങ്ങൾ മാറിപ്പോയതാണ്, അടുത്ത ആഴ്ച വരാനായിട്ട് നിൽക്കണേന്ന് പറഞ്ഞു. ഇപ്പം കറക്റ്റ് അല്ലേ? ഈ പിള്ളേച്ചൻ കള്ളം പറഞ്ഞാൽ അങ്ങനെ ഇഷ്യൂ ആയി, പ്രശ്നമായി. ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ സേവനവാരം നടത്തണം എപ്പോഴാന്ന് ചോദിച്ചു. പറഞ്ഞു അന്ന് തന്നെ നടത്തണമെന്നൊന്നുമില്ല, അതിൻ്റെ ആ ഒരാഴ്ചയിൽ നടത്തിയാലും മതിയാവുമായിരിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴേ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് സേവനവാരം നടത്തിയിട്ടുണ്ട്. സ്കൂളും സ്കൂൾ പരിസരങ്ങളും വൃത്തിയാക്കിയിട്ടുണ്ട്. ഒക്കെ കൊണ്ടുപോയി ടീച്ചർമാരടക്കം നിന്നിട്ട് സേവനവാരം നടത്തിയിട്ടുണ്ട്. ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ആ ആഴ്ചയിൽ നമുക്കൊരു ദിവസം നടത്താം. ആ സേവനവാരം നടത്തിയത് 22-ാം തീയതിയാണ്. എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞു. സേവനവാരം നടത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. തോന്നുമ്പോൾ സൗകര്യപ്പെടുത്തുന്ന സൗകര്യത്തിൽ അവർക്ക് സൗകര്യമുള്ളപ്പോൾ കൊണ്ടുവന്ന് സേവനവാരം നടത്താനുള്ളതല്ലല്ലോ.